ഞങ്ങൾ ഒന്ന് യോജിച്ചു പോയാൽ ഒരു രാജ്യത്ത് സുനാമി സംഭവിക്കുക. എന്താണ് ബാക്കിയെല്ലാവരും യോജിച്ചെങ്കിൽ ഞങ്ങൾ ഒന്ന് യോജിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് വിഷമം? യോജിക്കേണ്ടവർ യോജിക്കേണ്ട സമയത്ത് യോജിച്ചേ തീരൂ. അത് നിയതിയുടെ ഒരു നിയമമാണ്. കാലഘട്ടത്തെ ഇന്ന് സ്വീകരിക്കാൻ അതിൻ്റെ ഉൾവിളി ഇന്നുണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വന്നാലും എനിക്കിങ്ങനെ വന്നാലും സമൂഹം അത് രണ്ടു കൈയിൽ നിന്നിട്ട് ഇന്ന് സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ജനം ആഗ്രഹിക്കുന്ന ഒന്നായി മാറി എന്നുള്ളതുകൊണ്ട് തന്നെ അത് കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ്. NSSമായി യോജിച്ച് പ്രവർത്തിക്കണം എന്ന് സഹകരിച്ചു പോകണമെന്ന് അതും SNDPയും ആഗ്രഹിക്കുന്നുണ്ട്. 21-ാം തീയതി ഞങ്ങൾ യോഗം കൂടി തീരുമാനിക്കും എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഇന്നലെ സംസാരിച്ചത്. ഇന്നും ആ രീതിയിൽ തന്നെയാണ് സംസാരിച്ചു കേട്ടത്. നമസ്കാരം. ഐക്യത്തിന് ആഹ്വാനവുമായി SNDPയും NSSും. നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ ഐക്യമാണ് ലക്ഷ്യം. യോജിപ്പിന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതിനു ശേഷം പിന്നെയും ഒരു വ്യാഴവട്ടക്കാലം നീണ്ട വിയോജിപ്പുകൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഐക്യത്തിന് ഇരു സംഘടനകളും ഇപ്പോൾ ആഹ്വാനം ചെയ്തത്. മുസ്ലിം വിഭാഗത്തെ കൂടെ കൂട്ടാനാകില്ലെന്ന് വെള്ളാപ്പള്ളിയുടെ കണ്ടെത്തൽ. നേരത്തെ ഐക്യം തകർത്തത് ലീഗ് എന്ന് വിമർശിക്കുകയും ചെയ്യുന്നു. വിയോജിപ്പുകൾ മാറ്റി ഒരു വലിയ ഐക്യത്തിനായി ഒരുമിക്കുന്നു എന്ന് പറയുന്ന നേതാക്കൾ VD സതീശനെതിരെ ശക്തമായ വിമർശനങ്ങൾ തൊടുക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ ഐക്യം ചിലതൊക്കെ ഉറപ്പിച്ചുകൊണ്ടാണ്. യോജിപ്പിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടോ? സമുദായങ്ങളെ ഒന്നിപ്പിക്കുമ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുമോ? നേട്ടം ആർക്കായിരിക്കും? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എനിക്കൊപ്പം ചർച്ചയിൽ ശ്രീ സേനാപതി വേണു കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, ശ്രീ TK അശോക് കുമാർ BJP പ്രതിനിധീകരിച്ച്, ശ്രീ ജേക്കബ് ജോർജ് മാധ്യമപ്രവർത്തകൻ, ശ്രീ നിസാം സയ്യിദ് മാധ്യമപ്രവർത്തകൻ, ഒപ്പം CPM പ്രതിനിധിയെ കൂടി കാക്കുകയാണ്. ആദ്യം ശ്രീ സേനാപതി വേണു, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ എല്ലാം ഭദ്രമാണ്, എല്ലാ ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് കരുതി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോഴാണ് ദാ ഇങ്ങനെ ഒരു ഐക്യം മുന്നിൽ വരുന്നത്. ഭയപ്പാടുണ്ടോ കോൺഗ്രസിന്? അല്ല, ഞങ്ങൾ എന്തിനാ ഈ കാര്യത്തിൽ ഭയപ്പെടുന്നത്? കാരണം കേരളത്തിലെ രണ്ട് പ്രബല സാമുദായിക സംഘടനകളുടെ നേതാക്കൾ, ഒന്ന് SNDP യോഗത്തിന്റെ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശനും NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ സാറും, ഇവര് രണ്ടുപേരും യോജിച്ചാൽ അല്ലെങ്കിൽ ഇവരൊരു ഐക്യത്തിലേക്ക് പോകുന്നത് അത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് ഗുണകരമാണ് എങ്കിൽ ഞങ്ങളതിനെ പിന്തുണയ്ക്കേണ്ടതേ ഉള്ളൂ. ഞങ്ങൾക്കിപ്പോൾ അതിൻ്റെ അകത്ത് ആശങ്കയോ ഉത്കണ്ഠയോ ഒന്നും പെടേണ്ട കാര്യമില്ല. പിന്നെ ഈ ഐക്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു ദുരുദ്ദേശത്തിലാണ് എങ്കിൽ നിശ്ചയമായിട്ടും അത് കേരളത്തിലെ പൊതുസമൂഹം തന്നെ അതിനെ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറിച്ച് SNDP മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ആശയം, അതായത് സാമൂഹ്യ നീതിയും, NSS മുന്നോട്ട് വയ്ക്കുന്ന എല്ലാവർക്കും തുല്യാവകാശം, അതിലൊക്കെ എന്താ പറഞ്ഞ അർത്ഥവത്തായ വാക്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഈ എന്താ പറഞ്ഞ ഇപ്പോഴത്തെ ഐക്യമെങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്കതിനെ എതിർക്കേണ്ട കാര്യമില്ല. പക്ഷെ ചരിത്രം നമ്മളെ പലത് പഠിപ്പിക്കുന്നുണ്ട്. കാരണം 1950 മന്നത്ത് പത്മനാഭനും മഹാനായ R ശങ്കറും മഹാനായ മന്നത്ത് പത്മനാഭനും ചേർന്ന് അവർ ഹിന്ദു മഹാമണ്ഡലവും ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ രൂപം കൊണ്ടു. പക്ഷേ ഇന്ത്യയിൽ കോൺഗ്രസ് പിളർന്ന് കോൺഗ്രസിൽ നിന്ന് ഒരു ഭാഗം പോയി പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നത്, കേരള കോൺഗ്രസ് ഒക്കെ അതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയും ഹിന്ദു മഹാമണ്ഡലവും അത് ആരൊക്കെ തമ്മിലാണ്? മന്നത്ത് പത്മനാഭനും ഭാരതകേസരി മന്നത്ത് പത്മനാഭനും മഹാനായ R ശങ്കറും ചേർന്ന് രൂപം കൊണ്ടതാണ്. അന്നും ഈ സാമുദായിക ഐക്യത്തെക്കുറിച്ചായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. പക്ഷേ അത് മോരും മുതിരയും പോലെ പിന്നീട് അത് യോജിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2010കളുടെ ഒരു എന്താ പറഞ്ഞ പകുതിയിൽ നമ്മൾ കണ്ടതാണ് നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള അന്നും ഐക്യം ഈ എന്താ പറഞ്ഞ നായർ ക്രൈസ്തവ ഐക്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷേ അതും നീണ്ടു നിന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ നമ്പൂതിരി മുതൽ നായാടി വരെ കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പ് ഐക്യവും പറഞ്ഞിരുന്നു. പക്ഷേ ആ ഐക്യവും എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്
രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന നമുക്ക് കൗതുകരമായിട്ട് ഒരു കാര്യം SNDP-യുടെ സാമൂഹ്യ നീതിയും NSS ഉയർത്തുന്ന അവരുടെ ആശയങ്ങളും അതിനെ എന്താ പറഞ്ഞ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഐക്യം അവർക്ക് ഗുണകരമാകുമെങ്കിൽ ഐക്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ശ്രീ സേനാപതി വേണു, താങ്കൾ ഇപ്പോൾ വളരെ വിശദമായി സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് സമുദായ സംഘടനകൾ അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ, അവരുടെ സ്ഥാപിത ലക്ഷ്യങ്ങൾ സംരക്ഷിക്കാൻ ഏതെങ്കിലും തരത്തിൽ യോജിച്ച് നിൽക്കുന്നുവെങ്കിൽ അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും തരത്തിൽ വേവലാതിപ്പെടേണ്ടുന്ന കാര്യമില്ല എന്ന് താങ്കൾ സൂചിപ്പിച്ചത് ഞാൻ എടുക്കുകയാണ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം, ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഈ നീക്കം, ഇങ്ങനെ ഒരു നീക്കം ഉണ്ട് എന്നത് പറഞ്ഞുകൊണ്ടുള്ള നേതാക്കന്മാരുടെ, ഈ സമുദായ നേതാക്കന്മാരുടെ രണ്ടുപേരുടെയും വാർത്താ സമ്മേളനം എടുത്താൽ അതിൽ എന്താണ് പറയുന്നത്? മൂന്നാമതും ഭരണമുറപ്പ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ജി സുകുമാരൻ നായർ നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്? VD സതീശനെ അഴിച്ചുവിട്ടാൽ വില കൊടുക്കേണ്ടി വരും എന്നതാണ്. അപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ സമയം മാറ്റിവെച്ചിരിക്കുന്നത് എന്തൊക്കെ പറയാനാണ്? രണ്ടുപേരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട യോജിപ്പ് നിങ്ങളെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവിനെതിരെയാണ്. ആ പ്രതിപക്ഷ നേതാവിനെ എന്തൊക്കെയാണ് നേതാക്കൻ പറഞ്ഞതെന്ന് ഞാൻ ആവർത്തിക്കേണ്ടല്ലോ. അല്ല, അതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനായ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ സുകുമാരൻ സാറിനും അവർക്ക് അവരുടേതായ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഒക്കെ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സമുദായ സംഘടനകളാണ്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, SNDP നേതൃത്വം ഇപ്പം, അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം ഇടതുപക്ഷത്തോട് വളരെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട്. പക്ഷെ ചരിത്രം അതല്ല. ചരിത്രത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നത് SNDPയുടെ രൂപീകരണം മുതൽ SNDPയുടെ നേതാക്കന്മാരും എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസിനോട് ചേർന്ന് നിന്നവരും, കോൺഗ്രസിനോട് ചേർന്ന് നിന്നപ്പോൾ SNDPക്ക് നേട്ടങ്ങൾ ഉണ്ടായതുമാണ്. രേണു ഒരു മിനിറ്റ് എനിക്ക് തരണം. എങ്ങനെയാണ് വൈക്കം സത്യാഗ്രഹം ഉണ്ടായത്? വൈക്കം സത്യാഗ്രഹം അത് SNDPയും ഇല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും യോജിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസ്, അതായത് കോൺഗ്രസിന്റെ കാക്കിനാഥ സമ്മേളനത്തിൽ ആദ്യമായി TK മാധവനാണ് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുന്നത്. ആ പ്രമേയത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കോൺഗ്രസും SNDPയും നടത്തിയ വലിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് വൈക്കം സത്യാഗ്രഹവും കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഈഴവരടക്കമുള്ള പിന്നോക്കക്കാർക്ക് തുറന്നു കൊടുക്കപ്പെട്ടതും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചോദിച്ചാൽ, അല്ല, ഞാൻ പറഞ്ഞത് അന്ന് TK മാധവൻ കേരളത്തിലെ ഈഴവരോട് ഇതൊരു ആഹ്വാനമുണ്ട്, നിങ്ങൾ കോൺഗ്രസിൽ ചേരണമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ രണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാർ, ഒന്ന് C കേശവനും ശ്രീ R ശങ്കറും, അവരൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തരായ നേതാക്കളും അവരൊക്കെ കോൺഗ്രസിനോടും SNDPയുടെ നേതൃത്വ രംഗവും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് എന്താ പറഞ്ഞ സമുദായത്തിനും സാമുദായിക അംഗങ്ങൾക്കും നേട്ടമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അത് ഏതാണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകൾ കടന്നു വരുന്നതിന് മുമ്പുള്ള SNDPയുടെ നേതാക്കന്മാർ, ഇപ്പോൾ കേരള രൂപീകരണത്തിന് ശേഷം R ശങ്കർ ആണെങ്കിലും ശ്രീ KK വിശ്വനാഥനാണെങ്കിലും AS പ്രതാപ് സിംഗ് ആണെങ്കിലും ഗോപിനാഥൻ വക്കീലാണെങ്കിലും MK രാഘവൻ വക്കീലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഈ ചരിത്രത്തിലേക്ക് ഇങ്ങനെ കൂളിയിട്ട് പോയിട്ട് കാര്യമുണ്ടോ? അത്രയൊക്കെ സമയം പോലും ഇല്ല. ഏതാണ്ട് 3 മാസത്തിനിപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു ഐക്യപ്പെടൽ ഉണ്ടാകുന്നത്. രണ്ടുപേരും യോജിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെയാണ് എന്ന ഒരു സാഹചര്യം പറയുമ്പോൾ ഈ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമുണ്ടോ എന്നതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിൽ ഉത്കണ്ഠയില്ലെന്നേ. അവർ യോജിക്കട്ടെ. അത് സമുദായത്തിന്റെ ഗുണത്തിന് വേണ്ടി, സമുദായത്തിന്റെ നേട്ടത്തിന് വേണ്ടി അവർ യോജിച്ചു കൊള്ളട്ടെ. ഞങ്ങൾ അതിലെന്തിനു ഭയപ്പെടണം? ശരി, സമുദായ നേതൃത്വത്തിനപ്പുറം അവർ പറഞ്ഞ കാര്യങ്ങളിലേക്കാണല്ലോ ഞാൻ താങ്കളുടെ ശ്രദ്ധ ക്ഷണിച്ചത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, ഈ ഐക്യം അല്ലെങ്കിൽ ഈ ഐക്യപ്പെടാനുള്ള ശ്രമം നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. കേരളത്തിന്റെ മതേതര മുഖം എന്ന് പറയുന്നത് ഏതെങ്കിലും സമുദായ സംഘടനകളുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് നിൽക്കുന്നതല്ല. അതിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് എന്നത് നമ്മൾ പലതവണ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇന്ന് VD സതീശൻ മാധ്യമങ്ങളെ കാണുമ്പോൾ സമുദായ നേതാക്കന്മാരെ തള്ളി പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് തനിക്ക് വിശ്വാസം, താൻ വർഗീയതയ്ക്കെതിരെയാണ് പറഞ്ഞത് എന്ന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് പറയുന്നത് തനിക്ക് ഇവിടുത്തെ മതേതര സമൂഹത്തിലാണ് വിശ്വാസം എന്ന കാര്യം ഊട്ടിയുറപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ഐക്യപ്പെടലിന് പിന്നിൽ എന്താണ് എന്നാണ് താങ്കൾ കരുതുന്നത്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെയുള്ള നീക്കങ്ങളാണോ ഈ നടക്കുന്നത്? രേണു, ഇപ്പോൾ ഈ ഐക്യപ്പെടലിൻ്റെ പശ്ചാത്തലം അത് രാഷ്ട്രീയമാണ്. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ തിരഞ്ഞെടുപ്പ് വ്യാഖ്യാനിക്കപ്പെടുന്നു. പൊതുസമൂഹത്തിൽ കോൺഗ്രസ്സിന് വലിയ ഉത്സാഹം,
നേതാക്കൾ ഉത്സാഹത്തോടെ മുന്നിട്ടിറങ്ങുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മളിതിനെ കാണാൻ. ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു പ്രധാന ഘടകം ഒരു വലിയ ശക്തമായ മുസ്ലിം വിരോധം ഉണ്ട്. ആ മുസ്ലിം വിരോധം അതിനെ ഒരു വർഗീയതയായിട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന, പ്രത്യേകിച്ച് അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ പ്രസ്താവന, മുസ്ലിം സമുദായത്തിനെതിരെ, മുസ്ലിം ലീഗിനെതിരെയാണ് നടത്തിയതെങ്കിൽ പോലും അത് മുസ്ലിം സമുദായത്തിനെ, മുസ്ലിം മലപ്പുറം അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ള, മുന വെച്ചിട്ടുള്ള ആരോപണമാണ് കുറേ ദിവസങ്ങളിലായിട്ട് അദ്ദേഹം ഉന്നയിച്ചു കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതിനെ കാണാൻ. അപ്പോൾ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് വർഗീയ കൂട്ടായ്മയാകരുത്, രണ്ട് സമുദായങ്ങൾ, രണ്ട് പ്രബല സമുദായങ്ങൾ ഒന്നിക്കുന്നത് വളരെ നല്ലത് തന്നെയാണെന്ന് അദ്ദേഹവും പറയുന്നു. പക്ഷെ ഞാൻ കാണുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ ലക്ഷ്യം എന്ത് എന്നുള്ളത് സംശയകരമാണ് ഞാൻ നോക്കിയിട്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അത്ര നേർവഴിക്കുള്ള പ്രസ്താവനകളല്ല. മതേതരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് തികച്ചും മതേതരമാണ്. മുസ്ലിങ്ങളെ ഒഴിച്ചുള്ള മതങ്ങളെ, സമുദായങ്ങളെ ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ളൊരു സാഹചര്യം മാത്രമേ അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളൂ. മുസ്ലിങ്ങൾക്കെതിരെ പറയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഞാൻ കോൺഗ്രസിൻ്റെ കാര്യം, വി.ഡി. സതീശൻ്റെ നിലപാടിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് നേതൃത്വം, KSU, യൂത്ത് കോൺഗ്രസ്, അതിൻ്റെയൊക്കെ ഉത്ഭവം, വളർച്ച, അതൊക്കെ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ M.A. ജോൺ അദ്ദേഹമാണ് ഈ യുവജന വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇങ്ങനെ വളർത്തിയെടുത്തത്, ഗ്രൂം ചെയ്തെടുത്തത്. അത് അവർക്ക് ക്യാമ്പ് നടത്തി അവരെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പാഠങ്ങളിൽ പ്രധാനം നമ്മൾ വിദ്യാർത്ഥി നേതാക്കൾ, നമ്മൾ യുവജന നേതാക്കൾ ആരും മതസംഘടനകളുമായിട്ട് സന്ധി ഉണ്ടാക്കരുത് എന്നാണ്. എന്ന് വെച്ചാൽ പച്ചയ്ക്കുള്ള ഭാഷ അദ്ദേഹം ഉപയോഗിച്ചത് സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങുന്നവരാവരുത് നമ്മുടെ യുവജന വിദ്യാർത്ഥി പ്രവർത്തകർ, നേതാക്കൾ എന്നാണ് M.A. ജോൺ പഠിപ്പിച്ചത്. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് A.K. ആന്റണിയെപ്പോലെയുള്ള നേതാക്കൾ കേരളത്തിൽ വളർന്നു വന്നത്. മതസമുദായങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് 1971 KSU നടത്തിയ ഭയങ്കര ഐതിഹാസികമായ വിദ്യാർത്ഥി സമരം, ആ സമരം ഇവിടുത്തെ കത്തോലിക്ക സമുദായത്തിനെതിരായിരുന്നു പ്രധാനമായിട്ടും. ഉമ്മൻചാണ്ടിയാണ് മുന്നിൽ നിന്നത്. സർവ്വ ആശീർവാദവും സർവ്വ വെല്ലുവിളിയുമായിട്ട് തന്നെ A.K. ആന്റണിയും കോൺഗ്രസ് നേതൃത്വവും മുന്നിട്ട് നിന്നു, കൂടെ നിന്നു, ഒപ്പം നിന്നു. അത് KSU, യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയ വളർച്ചയുണ്ടല്ലോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ വളർച്ചയാണ് സമ്മാനിച്ചത്. എന്തുകൊണ്ട്? മതസമുദായ നേതാക്കളെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ളൊരു വിദ്യാർത്ഥി സംഘടന ഇവിടെ വളർന്നു വന്നതുകൊണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ KSU, യൂത്ത് കോൺഗ്രസിൻ്റെ വളർച്ചയുടെ നിദാനം അത് തന്നെയായിരുന്നു. മതസമുദായ നേതാക്കൾക്കെതിരെ, മതസമുദായ നേതൃത്വങ്ങൾ കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള സമരം, അത് തന്നെ ഐതിഹാസികമായ സമരമാണ്. പിന്നീട് നമുക്കറിയാം A.K. ആന്റണി ഒരിക്കലും അദ്ദേഹം മതവുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കിയിട്ടില്ല. മതനേതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് A.K. ആന്റണിയുടെ രാഷ്ട്രീയ ജീവിതം ഇവിടെ വളർന്നു വന്നത്. ഞാൻ ആ കാര്യത്തിൽ സതീശന് വ്യക്തിപരമായിട്ട് എൻ്റെ നിലപാട് വി.ഡി. സതീശൻ്റെ നിലപാടുകൾ ശക്തമാണ്, കർശനമാണ്. പല രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹം എടുക്കുന്നത് വളരെ ഉറച്ച നിലപാടാണ്. ആരെയും കൂസാതെ, ആരെയും പേടിക്കാതെ PV അൻവറിനെതിരെ ഉള്ള നിലപാട് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ നീളുന്ന പല നിലപാടുകൾ, അവിടേക്കും സതീശൻ്റെ, വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഉറച്ച നിലപാട് കാണാം. അതിൽ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള നിലപാടും ശക്തം തന്നെയാണ്. അദ്ദേഹം ഒരു സെക്കൻഡ് കൂടെ, വെള്ളാപ്പള്ളിക്കെതിരെ വെല്ലുവിളിച്ചും കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറവൂരിൽ ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി അദ്ദേഹത്തെ വെല്ലുവിളിക്കും തോറും എനിക്ക് തോന്നുന്നു വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ശക്തിയും ബലവും കരുത്തും കൂടുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയതിൽ ഒരൊറ്റ സംശയം മാത്രമേ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. വി.ഡി. സതീശൻ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ആളാണ്, ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ സമുദായ സംഘടനകളുടെ തിണ്ണ നിറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് സിനഡ് നടക്കുമ്പോൾ അവിടെ ഒളിഞ്ഞു പോയില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അതിന് മറുപടി ഉണ്ടോ? അതുകൊണ്ട് അറിയാം. പക്ഷെ എന്ത് കരുതി സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങരുത് എന്ന് പഠിച്ചവർ, പാഠം പഠിച്ചവർ, രാഷ്ട്രീയ നേതാക്കൾ എന്ന നിലയിൽ സമുദായ നേതാക്കളെ ഒറ്റപ്പെടുത്തി അവർക്ക് നേരെ പുറംതിരിഞ്ഞ് നിൽക്കുന്നവർ ആവണം എന്ന് ഞാൻ ഉന്നം വെച്ചിട്ടില്ല, ഞാൻ അർത്ഥമാക്കിയിട്ടില്ല.
ഇന്ന് ജി സുകുമാരൻ നായർക്ക് ഏറ്റവും അലോസരം ഉണ്ടാക്കിയ കാര്യം ഞങ്ങളെ അധിക്ഷേപിച്ച് പോയി അവിടെ ഇരുട്ടത്ത് ചർച്ച നടത്തി എന്നതാണ്. അദ്ദേഹം അധിക്ഷേപിച്ചതെന്നാ പരസ്യമായി തള്ളി പറഞ്ഞു. ഒരു സമുദായ സംഘടനകളുടെയും തിന്നരങ്ങാൻ എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അങ്ങനെ അധിക്ഷേപിച്ചതിന് ശേഷം പോയിരിക്കുന്നു ഇരുട്ടത്ത് ചർച്ച നടത്താൻ. അതിൽ കുഴപ്പമില്ല എന്നതാണ് ജി സുകുമാരൻ നായർ ചോദിക്കുന്നത്. അത് പക്ഷേ ഉണ്ട്. തിണ്ണ നിരങ്ങുന്നത് പണ്ട് കാലത്ത് കോൺഗ്രസിന്റെ നേതാക്കളും ഉദ്ദേശിച്ചത് സമുദായ നേതാക്കളെ കാണരുതെന്നല്ല, അവരുമായി സൗഹാർദ്ദം ഉണ്ടാക്കരുതെന്നല്ല, അവർക്ക് എന്തൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ കോൺഗ്രസ്സുകാർ ഇടപെടരുത് എന്നല്ല ഉദ്ദേശിച്ചത്. രാഷ്ട്രീയമായിട്ട് ഇടപെടേണ്ട സ്ഥലത്ത് ഇടപെടണം. അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങണം. അത് സമുദായമല്ല. പക്ഷേ സമുദായങ്ങളുടെ തിണ്ണ നിരങ്ങുക എന്നുള്ളതിന് രേണു അതിന് വേറെ അർത്ഥമുണ്ട്. അങ്ങനെയാണ് വിമർശിക്കുന്നത്. ആസ്ഥാനത്ത് തന്നെ വി ഡി സതീശൻ എത്തിയതിന്റെ കാര്യം പറയുന്നുണ്ട്. സതീശൻ നിഷേധിക്കുന്നില്ലല്ലോ, സതീശൻ പറയുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് എ കെ ആന്റണി പണ്ട് ഇന്ദിരാഗാന്ധി ബിഷപ്പുമാരെ കാണാൻ, ഒത്തുതീർപ്പ് സംഭാഷണങ്ങൾക്ക് വേണ്ടി ബിഷപ്പുമാരെ കാണാൻ ഇന്ദിരാഗാന്ധി കോഴിക്കോട്ട് വന്നപ്പോൾ എ കെ ആന്റണി തിരുവനന്തപുരം വിട്ടില്ല രേണു, തിരുവനന്തപുരത്തിരുന്നു. അന്ന് KPCC അധ്യക്ഷനായിരുന്നു എ കെ ആന്റണി. അത്രയ്ക്ക് ധീരമായ നിലപാടാണ് അദ്ദേഹം കാണിച്ചത്. അത് ആ ഒരു ധൈര്യം കോൺഗ്രസ് നേതാക്കൾ കാലാകാലങ്ങളിൽ കാണിച്ചു. പക്ഷേ ആ പറയുന്ന എ കെ ആന്റണിയെ കുറിച്ചോ രമേശ് ചെന്നിത്തലയെ കുറിച്ചോ ഒന്നും ഈ സമുദായ നേതാക്കൾക്ക് ഒരു അതൃപ്തിയുമില്ല, ഒരു കാര്യങ്ങളും പറയാനില്ല. പക്ഷേ വി ഡി സതീശനെ ലക്ഷ്യമിട്ടുകൊണ്ട്, വി ഡി സതീശനെ തള്ളിപ്പറഞ്ഞുകൊണ്ടും രൂക്ഷമായി ആക്രമിച്ചുകൊണ്ടുമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം. ചരിത്രത്തിൽ രേണു എ കെ ആന്റണിയെ തോൽപ്പിക്കാൻ NSS നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് രേണു. എ കെ ആന്റണിയെ ചേർത്തലയിൽ തോൽപ്പിക്കാൻ NSS നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ എ കെ ആന്റണിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അതും കൂടെ ഓർക്കണം. ചരിത്രത്തിൽ അതും കൂടെ സതീശൻ അക്കാര്യം തന്നെ പറയുന്നുണ്ട്. പറവൂരിൽ എനിക്കെതിരെ നിന്നപ്പോൾ 20,000 എന്റെ ഭൂരിപക്ഷം ഉയർന്ന കാര്യം വി ഡി സതീശനും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ മതേതര സമൂഹത്തിലാണ് എന്റെ വിശ്വാസം പറയുന്നുണ്ട്. കേരള സമൂഹം, ഞാൻ പറയുന്നത് രേണു, കേരള സമൂഹം ബൈ ആൻഡ് ലാർജ് ഒരു മതേതര സമൂഹമാണ്. ആ സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി മതനേതാക്കൾ അധികം വിളയാടരുത് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. എല്ലാ സമുദായങ്ങളും, എനിക്ക് NSSമായിട്ടൊക്കെ എന്തോ ഒരു അടുപ്പാണെന്നറിയാമോ, എന്തോ ഒരു സ്നേഹമാണെന്നറിയാമോ, അത് സംശയമില്ല. പക്ഷേ സമുദായങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടരുത്, രാഷ്ട്രീയ നേതാക്കളെ തങ്ങളുടെ കൈപ്പിടിയിൽ ചങ്ങളുടെ ചരടിൽ ഒതുക്കാം എന്ന് ഒരു രാഷ്ട്രീയ മത നേതാവും ഒരു സമുദായ നേതാവും വിചാരിക്കരുത്. എന്തായാലും പരസ്യമായി ഇപ്പോൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യമോ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇനി യോഗങ്ങൾ ചേർന്നായിരിക്കും അവരുടെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയെന്നത് വിശദീകരിക്കുക. എന്തായാലും ഇപ്പോൾ അത്തരം രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളൊന്നുമില്ല നമുക്ക് മുന്നിൽ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ TK അശോക് കുമാർ, നോക്കൂ, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ഒപ്പം ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വോട്ട്, അങ്ങനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നിങ്ങൾ കേരളം പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരാജയമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് NSS SNDP യോജിപ്പുണ്ടാകുന്നത്. നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു തീരുമാനം അവർക്കിടയിൽ ഉണ്ടാകുന്നത്. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എങ്ങനെയാണ് എന്നതിൻ്റെ ചില സൂചനകൾ കൂടി വരുന്നു. അപ്പോൾ നിൽക്കണോ പോണോ എന്ന അവസ്ഥയിലാണോ BJP? രേണു, കോൺഗ്രസിന്റെ 2 പ്രതിനിധികൾ സംസാരിച്ചു. ശ്രീ ജേക്കബ് ജോർജും സേനാപതി വേണു. സമയം തരാം. ഞാൻ കോൺഗ്രസ് അല്ലേ? ഞാൻ നിസാം സെയ്ദിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം സംസാരിച്ചില്ലല്ലോ എന്നാണ് ഞാൻ കരുതിയത്. ഇന്നത്തെ ചർച്ചയിലെങ്കിലും ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം സാറിന് മനസ്സിലായിട്ടുണ്ടാവും. ശരി, അതവിടെ നിൽക്കട്ടെ. ഇപ്പോ ശ്രീ വെള്ളാപ്പള്ളി നടേശനും അല്ലെങ്കിൽ NSSന്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ യോജിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വലിയൊരു അപരാധമായിട്ട് കേരളത്തിലെ പൊതുസമൂഹവും മാധ്യമങ്ങളും നിരീക്ഷിക്കുന്നതിനുള്ള ഞങ്ങൾക്ക് വിമർശനം. ഇതിന്റെ ഒരു സാഹചര്യം ഒരുക്കിയത് എങ്ങനെയാണ്? ഈ സാഹചര്യത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഇപ്പൊ വി ഡി സതീശനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായി. മുൻപ് സംസാരിച്ച 2 ആളുകളുടെയും ഭാഗത്തുനിന്നുണ്ടായി. യഥാർത്ഥത്തിൽ ഈ രാജ്യം അല്ലെങ്കിൽ കേരളം ദീർഘകാലമായിട്ട് അകറ്റി നിർത്തിയിരുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം, ആ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള വാക്ക് തന്നെ ലോകത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട 2 വഴികൾ, ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയും ഒന്ന് ഇസ്ലാമിക് ബ്രദർഹുഡുമാണ്.
ജമാഅത്ത് ഇസ്ലാമിയെ മറ്റ് മുസ്ലിം സംഘടനകളൊക്കെ തന്നെ അകറ്റി നിർത്തിയിരുന്നതാണ്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുനവർ അലി തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി ആ തരത്തിൽ അകറ്റി നിർത്തേണ്ട രാഷ്ട്രീയ പാർട്ടിയല്ല. ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ ലീഗിനോടൊപ്പം ചേർത്ത് നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥികൾ, വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ UDFന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും മത്സരിച്ചു. നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് ഈ പറയുന്ന VD സതീശൻ, അതായത് സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങാൻ പോകില്ല എന്ന് പറയുന്ന, വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് പറയുന്നത്, ആരും വർഗീയത പറയരുത് എന്ന് പറയുന്ന അതേ സതീശനാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ജമാഅത്ത് ഇസ്ലാമിക്ക് VD സതീശൻ നൽകി. VD സതീശൻ ആരിഫ് അലി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ VD സതീശൻ ജമാഅത്ത് ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ്, പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ പാർട്ടി, SDPI ഇങ്ങനെ തരത്തിലുള്ള മുഴുവൻ ഇസ്ലാമിക് ഗ്രൂപ്പുകളെയും, തീവ്ര ഇസ്ലാമിക് ഗ്രൂപ്പുകളെയും അണിനിരത്തിക്കൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സ്വാഭാവികമായിട്ട് രാജ്യത്ത് എല്ലായിടത്തും പരാജയപ്പെട്ട കോൺഗ്രസ് കേരളത്തിലെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ്. 10 വർഷമായിട്ട് അധികാരത്തിൽ പുറത്തു നിന്ന കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഞങ്ങൾക്ക് അറിയാം. കാരണം മുൻകാലത്തൊക്കെ കേരളത്തിൽ മാറി മാറിയുള്ള ഭരണങ്ങൾ വന്നിരുന്നു. അതായത് ആ മാറി മാറിയുള്ള മുന്നണി ഭരണങ്ങൾ ഉണ്ടായത് BJP കേവലം അല്ലെങ്കിൽ 5%, 10% ഒക്കെ നിൽക്കുന്ന കാലഘട്ടത്തിൽ. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി വികസന രാഷ്ട്രീയം, വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് 20% എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യം. 20% ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അതിനുശേഷം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. 14.7 അത് കുറഞ്ഞിരുന്നു. ശരി രേണു, എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. എന്തായാലും ഇടതുപക്ഷത്തിനും BJPക്കും ഒരേ പാർലമെന്റിൽ, ലോക്സഭയിൽ ഒരേ അംഗസംഖ്യയാണ്, ഒരാൾ വീതമുണ്ട്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ഇത് കഴിഞ്ഞപ്പോ 2 മേയർമാര്, ഒന്ന് CPM-ന് ഒരു മേയറാണ്, BJPക്ക് ഒരു മേയറാണ്. ഇത് സമ്മതിക്കുള്ളൂ, ഈ 2 കാര്യം സമ്മതിക്കുള്ളൂ. ഞാൻ പറഞ്ഞ 2 ഉദാഹരണം സമ്മതിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ശരി, എന്തായാലും ഞങ്ങള് ഈ കേരളത്തിൽ വളർന്നു വരുന്ന പാർട്ടിയാണെന്നുള്ളത് നിങ്ങൾ അംഗീകരിച്ചാൽ മതി. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളൊന്നും അംഗീകരിച്ചാൽ മതി. അത്ര മതി, അത്രമാത്രം ചെയ്തു. പ്രതിനിധികൾ ആരും ഇല്ലാതെയായി പോയി ശ്രീ അശോക് കുമാർ, അല്ലെങ്കിൽ പുച്ഛം വാരി വിതറിയ ജമാഅത്ത് ഇസ്ലാമി. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് പറയാം. അതായത് VD സതീശൻ ജമാഅത്ത് ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട്, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മുൻനിർത്തിക്കൊണ്ട്, ലീഗിനെ നിർത്തിക്കൊണ്ട്, ഒപ്പം നിർത്തിക്കൊണ്ട് അധികാരത്തിൽ വരാനുള്ള ശ്രമം നടത്തുമ്പോൾ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതായത് UDF അധികാരത്തിൽ വന്നാൽ ലീഗ് ആയിരിക്കും അതിന് നേതൃത്വം നൽകുക. അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വിശ്വാസമാണ്. ഒരു മിനിറ്റ് ആ വിശ്വാസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ NSSO, SNDPയോ മറ്റ് ഹൈന്ദവ സംഘടനകളോ ക്രിസ്ത്യൻ സംഘടനകളോ യോജിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ? പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ അവരെ തെറ്റു പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല ചോദ്യം. നിങ്ങൾക്ക് പിന്നെ എന്താണ് റോൾ എന്നതാണ് എന്റെ ചോദ്യം. അത് വളരെ വ്യക്തമായിരുന്നു. നിങ്ങൾ ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയിരിക്കുന്ന സമയമാണ്. ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നതിന്റെ മേജർ പോർഷൻ വോട്ട് CPM കൊണ്ടുപോകുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് വിരുദ്ധം, ജമാഅത്ത് ഇസ്ലാമി വിരുദ്ധം, വികസിത കേരളം, ഈ മൂന്ന് മുദ്രാവാക്യങ്ങൾ, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിനും മുസ്ലിം ലീഗിനും വിരുദ്ധമായി വികസിത കേരളം. വെള്ളാപ്പള്ളിയുടെ തന്ത്രം തന്നെയാണ് അല്ലേ? ലീഗിനെ അല്ല, മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് ഒപ്പം കൂട്ടാൻ പറ്റില്ല എന്ന് വെള്ളാപ്പള്ളി പറയുന്ന അതേ തന്ത്രം അല്ലെങ്കിൽ അതേ നയമാണ് നിങ്ങൾക്കും പറയാനുള്ളത്. അല്ല, അങ്ങനെയല്ല. മുസ്ലിങ്ങളെ ഒപ്പം കൂടെ നിങ്ങൾ മുസ്ലിം ലീഗിനെ പറഞ്ഞാൽ, ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞാൽ അത് മുസ്ലിം ആവുന്നത് എങ്ങനെയാണ്? അവിടെയാണ് പ്രശ്നം. അതെങ്ങനെ സാധ്യമാവുക? ഇനി മലപ്പുറത്തെ പറഞ്ഞിരിക്കും, മലപ്പുറത്തെ പറഞ്ഞാലും പ്രശ്നമില്ല. കാരണം മലപ്പുറത്ത് 2 പാർലമെന്റ് സീറ്റുകളുണ്ട്, പൊന്നാനിയും മഞ്ചേരിയും. 2004 കാന്തപുരം ഉസ്താദിന്റെ പിന്തുണയോടെ TK ഹംസ ജയിച്ചതല്ലാതെ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പൊന്നുമില്ല. ഈ രാജ്യത്തെ ലോകസഭ രൂപീകരിക്കപ്പെട്ട അന്ന് മുതൽ ലീഗ് ജയിക്കുന്നതാണ് 2 മണ്ഡലങ്ങൾ. തെരഞ്ഞെടുപ്പില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഏതാണ്ട് 12 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പിനെതിരെ നിങ്ങൾ തന്നെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഏത് തരത്തിലുള്ള പരാജയമാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ആ രീതിയിലുള്ള ഒരു ക്രമക്കേടും, ആ രീതിയിൽ ഇപ്പോ വോട്ട് ചോരി സംബന്ധിച്ച് ഒരുപാട് ക്രമക്കേടുകൾ ഒരുപാട് ഇടങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. എന്തായാലും മലപ്പുറത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇതുവരെ അത്തരം പ്രശ്നങ്ങളൊന്നും എവിടെയും ഉയർന്നു കേട്ടിട്ടില്ല ശ്രീ TK
കെ അശോക് കുമാർ ക്രമക്കേട് നടത്തിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ല. അതായത് ലോകസഭ അല്ലല്ല, അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഇല്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. അത് അവിടുത്തെ ജനങ്ങളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അത് കേട്ടോണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇടപെട്ടു എന്നേ ഉള്ളൂ. നമ്മളുടെ രാജ്യത്ത് എന്താണോ സംവിധാനം, ആ സംവിധാനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടമാണ് അവിടെ. അവിടുത്തെ ആ ജനങ്ങളെ പരിഹസിക്കുന്ന വിധം ഒരു സ്റ്റേറ്റ്മെന്റ് താങ്കളുടെ ഭാഗത്തുനിന്നുകൊണ്ട് പോയപ്പോൾ ഞാൻ ഇടപെട്ടു. അല്ല, ലോകസഭ ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ ലീഗ് മാത്രം ജയിച്ചു വരുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. അങ്ങനെയായിരിക്കും അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പിടിച്ച ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ആ ഭരണം എങ്ങനെയായിരുന്നു? എത്ര വർഷത്തെ ആധിപത്യമാണ് നിങ്ങൾ അവസാനിപ്പിച്ചത്? ആ ബോധ്യം താങ്കൾക്കില്ലേ? അതല്ലേ ഞങ്ങൾ പറഞ്ഞത് ലീഗിന്റെ അപ്രമാദിത്യം ലീഗിന് വഴങ്ങിക്കൊടുക്കുന്നു എന്നതാണ്. കോൺഗ്രസ് രണ്ടാമത്തെ പാർട്ടിയായിട്ട് മാറുന്നു UDF-ൽ. അത് സംഭവിക്കാൻ പോവുകയാണ്. UDF അധികാരത്തിൽ ഇരിക്കുമ്പോൾ ബജറ്റിന്റെ ഭൂരിഭാഗവും ഉപയോഗിക്കുന്നതും കൈവശപ്പെടുത്തുന്നതും മുസ്ലിം ലീഗാണ്. കൈകാര്യം ചെയ്യുന്ന ലീഗാണ്. കക്ഷി രാഷ്ട്രീയത്തിൽ അങ്ങനെ ഘടകകക്ഷികൾക്ക് മുന്നിൽ താഴ്ന്നു പോകുന്നു എന്നോ തോറ്റുപോകുന്നു എന്നൊക്കെ പറയാൻ പറ്റുമോ? അതൊരു വിജയ ഫോർമുല രൂപീകരിക്കുകയാണല്ലോ അങ്ങനെയുള്ള സഖ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ നിസാം സെയ്ദ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സഖ്യം എന്ന് ചോദിച്ചാൽ രണ്ട് സമുദായ നേതാക്കൾക്കും പറയാനുള്ളത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ആ സഖ്യം എന്നതാണ്. എന്താണ് അതിലേക്ക് നയിച്ച സാഹചര്യം എന്നത് ഇവിടെ BJP പ്രതിനിധി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഒന്ന്, VD സതീശന്റെ ആ പരാമർശങ്ങളാണ്. അതായത് അവരിപ്പോൾ വർഗീയതയ്ക്കൊപ്പമല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശം. രണ്ട്, കാന്തപുരത്തിന്റെ കേരള യാത്രയുടെ സമാപന വേദിയിൽ ആണ് മറ്റ് സമുദായ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാക്കുകൾ VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ പ്രകോപനങ്ങളാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്? ന്യൂനപക്ഷങ്ങളുടെ പ്രീണനം, ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ നടത്തുന്ന ശ്രമങ്ങളാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു ഐക്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്? കേരളത്തിലെ രണ്ട് പ്രമുഖ സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാർ ചേർന്ന് അവർ ഒന്നിച്ചു ചേരാൻ പോകുന്നു, ഒന്നിച്ച് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒന്നിച്ചു ചേരാൻ പോകുന്നു എന്ന് പറയുന്നത് ഒട്ടും നിഷ്കളങ്കമല്ല എന്ന് നമുക്കറിയാം. പ്രധാനമായും ഈ ഒന്നിച്ചു ചേരലിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപരമത വിദ്വേഷമാണ്. മറ്റൊരു മതത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഒന്നിച്ചു ചേരലാണ്. ഒരു ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ ഐക്യപ്പെടണം, നമ്മളുടെ നിലനിൽപ്പ് ഭീഷണിയിലായിരിക്കുന്നു എന്ന ഒരു വാദം ഉയർത്തിയുള്ള ഒന്നിച്ചു ചേരലാണ്, ഐക്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇത് നിഷ്കളങ്കമായി സംഭവിക്കുന്നതല്ല എന്ന് നമുക്കറിയാം. ഇതിന് രണ്ട് തരത്തിലുള്ള പ്രതലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇതിനൊരു ഐഡിയോളജിക്കൽ പ്രോജക്റ്റ് ഉണ്ട്, പ്രത്യയശാസ്ത്രപരമായ ഒരു ലക്ഷ്യം ഇതിനുണ്ട്. ആ പ്രത്യയശാസ്ത്രപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നത് കേരളത്തിൽ നിന്നല്ല എന്ന് നമുക്കറിയാം. അത് RSSന്റെ പ്രത്യയശാസ്ത്രമാണ്. മുസ്ലിം വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി, ശത്രുഭഷ്ടത്ത് നിർത്തി മറ്റ് ഹിന്ദു സംഘടനകളെ, ഹിന്ദു വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുക, അപരമത വിദ്വേഷം പുലർത്തുക, അത്തരം ഒരു പരിസരം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിന്റെ ഡെമോഗ്രഫി കൊണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു മതേതരത്തെ തകർക്കാനുള്ള ഒരു ശ്രമം, ഒരു സവർണ അധീശത്വം, ഇത് RSSന്റെ ഐഡിയോളജിക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഒരു മേധാവിത്വം കിട്ടാനുള്ള ശ്രമം തുടങ്ങിയ RSSന്റെ ദീർഘകാലമായ ഒരു ഐഡിയോളജിക്കൽ പ്രോജക്റ്റിന്റെ ഒരു ഉപകരണം മാത്രമാകെ മാറുകയാണ് ഈ ഐക്യത്തിലൂടെ ഈ രണ്ട് സമുദായ നേതാക്കന്മാരും ചെയ്യുന്നത്. അതുകൊണ്ട് അത് അത്ഭുതമൊന്നുമില്ല, അത് അവർ ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതിന് ഐഡിയോളജിക്കൽ ഒരു പ്രോജക്റ്റ് നടക്കുമ്പോൾ തന്നെ ഈ ഐഡിയോളജിക്കൽ പ്രോജക്റ്റിന് ശേഷം ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഉണ്ടാകും എന്ന് നമുക്കറിയാം. അത് മറ്റ് BJP വിജയിച്ച എല്ലാ സ്ഥലത്തും RSS ആദ്യം ഇത്തരം അപരമത വിദ്വേഷത്തിന്റെ ഒരു പ്രചരണം നടത്തുകയും ആ പ്രചരണത്തിന്റെ ഫലമായി രാഷ്ട്രീയ അധികാരം പിടിക്കാനുള്ള ഒരു ശക്തിയായി BJP വളർന്നു വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം ഒരു ഐഡിയോളജിക്കൽ പ്രോജക്റ്റ് ഈ നീക്കത്തിൽ പിന്നിലുണ്ട്. അതിനപ്പുറത്ത് ഉടൻ സമീപഭാവിയിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഇവിടെയുണ്ട്. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന്റെ പ്രയോക്താക്കൾ RSSോ BJPയോ അല്ല, CPM ആണെന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു കാര്യം. UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ മറ്റു മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള മതവിഭാഗങ്ങൾ സുരക്ഷിതരല്ല എന്ന ഒരു നരേറ്റീവ് CPMന്റെ നേതാക്കന്മാർ സൃഷ്ടിക്കുകയാണ്.
UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാകും. അതുകൊണ്ട് തന്നെ അപരമതവിഭാഗങ്ങൾ കേരളത്തിൽ അപകടത്തിലാകും എന്നുള്ള കടുത്ത വർഗീയത പുലർത്തുന്ന ഒരു പ്രസ്താവന CPM-ന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. അതിനെ മുഖ്യമന്ത്രി സാധൂകരിക്കുന്നു. അത്തരം ആ ഒരു നീക്കത്തിലൂടെ കേരളത്തിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി കേരളത്തിലെ ഹിന്ദു മതവിഭാഗങ്ങളെ ഏതാണ്ട് പൂർണ്ണമായും LDF-ലേക്ക് വരുത്താൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത്. അതിനറിഞ്ഞോ അറിയാതെയോ NSS-നെ പങ്കാളികളാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ശ്രമം വിജയിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം ഇവർ തമ്മിൽ ഒത്തുചേരാനുണ്ടായിട്ടുള്ള ശ്രമങ്ങളെല്ലാം നോക്കൂ, താങ്കൾ ഈ ചൂണ്ടിക്കാട്ടിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് വരുമ്പോൾ ആ കുഴിയിൽ വീഴാതിരിക്കാനുള്ള ഒരു ജാഗ്രത വേണമല്ലോ സ്വാഭാവികമായും. പക്ഷേ അങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളത്? ഞാൻ പറയുന്നത് ഈ കേരള യാത്രയിൽ ഉൾപ്പെടെ വെള്ളാപ്പള്ളിയെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ പരാമർശങ്ങൾ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളിയെ എന്നതിൽ യാതൊരു സംശയവുമില്ല. വർഗീയതയ്ക്കെതിരെയാണ് നിലപാടെന്ന് പറയുമ്പോൾ പോലും സമുദായ നേതാക്കളെ പിണക്കരുത് എന്ന സാമാന്യ ബോധം, അതിനുള്ള സാമാന്യമായിട്ടുള്ള നീക്കങ്ങൾ പ്രതിപക്ഷ നേതാവിന് ഇല്ലാണ്ട് പോയോ? കോൺഗ്രസിനുള്ളിൽ തന്നെ അക്കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഏതാണ്ട് 80 മിനിറ്റ് സംസാരിച്ചു. ആ 80 മിനിറ്റും അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ മതേതര നിലപാടും കോൺഗ്രസ് എവിടെയൊക്കെ പരാജയപ്പെട്ടു എന്നുള്ളതും പറയാനായിട്ടാണ് ഈ 80 മിനിറ്റും അദ്ദേഹം ചെലവഴിച്ചതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഏതാണ്ട് 8-10 മിനിറ്റാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിച്ചത്. VD സതീശൻ ഉയർത്തിയത്, നിങ്ങൾ മതേതരത്വം പറയുമ്പോൾ മതേതരത്തെ വെല്ലുവിളിക്കുന്ന, മതേതരത്വത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളെ കാറിൽ കയറ്റിക്കൊണ്ട് പോയി ആകരുത് മതേതരത്വം പ്രസംഗിക്കുമ്പോൾ ആത്മാർത്ഥത ഉണ്ടാകണമെന്ന് പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം ആ നിലപാട് ആദ്യമായി പറഞ്ഞതല്ല. വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിന് അനുകൂലമായി പരസ്യമായി നിലപാടെടുക്കുന്നത് ആദ്യമല്ല. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ അദ്ദേഹം വളരെ വലിയ തോതിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലപാടെടുത്തു. അദ്ദേഹം UDF-ന്റെ ഐശ്വര്യമായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് നേതാക്കന്മാർ ഇത്തരം വർഗീയ മതസംഘടനകളുടെ ആളുകളുമായി ഇത്തരം സംവാദത്തിൽ ഏർപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം VD സതീശൻ അത്തരം നേരിട്ടൊരു സംവാദം നടത്തിയതായി എനിക്ക് മനസ്സിലാകുന്നില്ല. മാത്രമല്ല ഇന്ന് പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കന്മാരാരും അങ്ങനെ അതൊരു ബോധപൂർവമായ ട്രാപ്പാണ്. അതായത് ഈ മതസംഘടനകളെയും കോൺഗ്രസ് നേതാക്കന്മാരെയും പരസ്പരം ഏറ്റുമുട്ടിക്കാൻ ശ്രമിച്ച് അവിടെ ഒരു സ്ലാങ്ങിങ് ഫെസ്റ്റ് നടത്തി, അന്യോന്യം ചെളിവാരിയൽ നടത്തി ഇരുവരെയും ഒരു ജനമധ്യത്തിൽ അപഹാസ്യരാക്കുക എന്നുള്ള ഒരു വിദഗ്ധമായ രാഷ്ട്രീയ കെണി ചില ഭാഗങ്ങളിൽ നിന്നും ബോധപൂർവമായി ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്നും ഇന്ന് കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിൽക്കുന്ന, ബുദ്ധിപരമായി ആ ട്രാപ്പിൽ പെടാതെ നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ VD സതീശൻ എടുത്ത നിലപാട്, VD സതീശനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ VD സതീശൻ UDF-ന്റെ ചെയർമാനാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF-നെ നയിക്കുന്നയാളാണ്. VD സതീശനെ ആക്രമിക്കുന്നത് ബോധപൂർവമായി UDF-നെ ആക്രമിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ആരെങ്കിലും വിട്ടുനിൽക്കും, അതിനോട് കുറിച്ച് മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകും എന്നുള്ള ധാരണ എനിക്കില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. പക്ഷേ കോൺഗ്രസിൽ എത്ര പേർക്ക് ഈ അഭിപ്രായമുണ്ട് എന്നത് ഒരു ചോദ്യമാണ്. ശ്രീ നിസാം സെയ്ദ്, ഇന്ന് നേതാക്കന്മാരുടെ പേരെടുത്ത് പറഞ്ഞ് വെള്ളാപ്പള്ളി പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളോട് ചോദിക്കുമ്പോൾ ആർക്കും കൃത്യമായ മറുപടിയില്ല. ഇതുവരെ എന്തുകൊണ്ട് VD സതീശനെ സംരക്ഷിക്കാൻ കോൺഗ്രസിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നില്ല എന്നതൊരു ചോദ്യമാണല്ലോ. മാത്രവുമല്ല, KPCC അധ്യക്ഷനോട് ചോദിക്കുമ്പോൾ ഒറ്റ വാക്കിൽ ഒരു മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു പോവുക മാത്രമാണ്. വർഗീയതയ്ക്കെതിരെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാനില്ല വേറെ ഒന്നിനും പറയാനെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ സമുദായ നേതാക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അത് കണ്ട് രസിക്കുന്നവർ കോൺഗ്രസിൽ ആരൊക്കെ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് സേനാപതിയോടും ചോദിക്കാമല്ലോ ആ കാര്യങ്ങൾ. ശ്രീ ജേക്കബ് ജോർജ്, എന്തായാലും നമ്മുടെ CPM-ന്റെ പ്രതിനിധികൾ ചർച്ചയിലില്ല. ഞാൻ ഈ നിമിഷവും അവരെ ആരെങ്കിലും കിട്ടുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും താങ്കളുടെ അടുപ്പം കൊണ്ട് താങ്കൾക്ക് അവരെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ചർച്ചയിൽ. കാരണം നമ്മുടെ പാനൽ അങ്ങനെ ആയിപ്പോയി. നോക്കൂ, ഇവിടെ ഈ വെള്ളാപ്പള്ളിക്ക് പിന്നിൽ CPM ആണ് എന്ന കാര്യമാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്, PMS എല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ അതിലും ഭീകരമാണ് സജി ചെറിയാൻ്റെതായി വരുന്ന
പരാമർശങ്ങൾ. NSS SNDP സഹകരണം CPM സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമല്ല എന്ന് പറയുന്ന സജി ചെറിയാൻ പിന്നീട് പറയുന്ന കാര്യങ്ങൾ ലീഗ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുണ്ട്, ലീഗിൻ്റേത് വർഗീയത വളർത്തുന്ന രാഷ്ട്രീയം, മലപ്പുറത്ത് ജയിച്ചവരുടെ പട്ടിക നോക്കിയാൽ മതി, മുസ്ലിം ലീഗ് ഉയർത്തുന്ന ധ്രുവീകരണം ആർക്കും മനസ്സിലാവില്ലെന്ന് കരുതരുത് എന്നതാണ് സജി ചെറിയാൻ പറയുന്നത്. മലപ്പുറത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ജയിച്ചു വരുന്നവരുടെ പേര് നോക്കാനാണ് പറയുന്നത്. നമ്മുടെ ഈ ചർച്ചയിൽ ഏതാണ്ട് BJP പ്രതിനിധി പറയുന്നതിന് സമാനമായ തരത്തിലുള്ള ഈ ധ്രുവീകരണം കൊണ്ട് എന്ത് നേട്ടമുണ്ടാകാനാണ്, എന്താണ് ഇതിലൂടെ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ CPM? അത്തരം ആരോപണങ്ങളോട്, രാഷ്ട്രീയമാണെങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ പൊതിഞ്ഞ ആരോപണങ്ങളോട് എനിക്ക് യോജിപ്പില്ല. കാരണം മുസ്ലിം സമുദായം കേരളത്തിൽ ഒരു റിയാലിറ്റിയാണ്. മുസ്ലിം സമുദായത്തെ അടിസ്ഥാനമാക്കി രൂപം കൊണ്ടിട്ടുള്ള മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട അശോക് കുമാർ, തിരുവനന്തപുരത്ത് ഞാൻ ദീർഘകാലം മാതൃഭൂമി ലേഖകനായിരുന്നു, പിന്നീട് ഇന്ത്യ ടുഡേ ലേഖകനായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു എൻ്റെ പ്രവർത്തനം. ഞാനിവിടെ മുസ്ലിം ലീഗ് മന്ത്രിമാരെയുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ പത്രപ്രവർത്തക യൂണിയൻ്റെ പ്രധാന ഭാരവാഹികളിൽ ഒരാളായിരുന്നു ഞാൻ. വേറെ ഒരാൾ, എൻ്റെ അടുത്ത സുഹൃത്ത്, ഞങ്ങളെപ്പോഴും ഒരു കൂട്ടായിരുന്നു, കുഞ്ഞിക്കണ്ണൻ, കെ കുഞ്ഞിക്കണ്ണൻ ജന്മഭൂമി പത്രത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്ററാണ്. അദ്ദേഹം ഇപ്പോഴും പത്ര ഓഫീസിൽ പോകുന്നുണ്ട്. ഇത്രയും പ്രായമായിട്ടുണ്ട്. അശോക് കുമാറിന് അറിയാമല്ലോ. കുഞ്ഞിക്കണ്ണന് ഞാനും ഒക്കെ എന്തോ ഞങ്ങൾ ഒന്നിച്ചാണ് യൂണിയൻ നടത്തിക്കൊണ്ടിരുന്നത്. യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ, യൂണിയൻ്റെ സമരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ പത്രപ്രവർത്തകർ ഏറെക്കുറെ ഒരേ ധാരയിലായിരുന്നു ബഹുമാനപ്പെട്ട അശോക് കുമാർ. കുഞ്ഞിക്കണ്ണനും ഞാനും കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും വലിയ അടുപ്പത്തിലായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി എന്ന മന്ത്രി, വ്യവസായ മന്ത്രി, IT വകുപ്പ് മന്ത്രി, ഞങ്ങളൊക്കെ വലിയ സൗഹാർദ്ദത്തിലായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തെ പത്രക്കാരിൽ, അന്ന് ടെലിവിഷൻ വളരെ കുറവാണ്, പത്രക്കാരിൽ ഏറ്റവും അടുപ്പം ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു. എന്തുമാത്രം അത് വളരെ 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 രാഷ്ട്രീയത്തിനപ്പുറത്ത്, പത്രപ്രവർത്തനത്തിനപ്പുറത്തുള്ള ഒരു സൗഹൃദ ബന്ധം തന്നെയായിരുന്നു. ഞങ്ങളാരും മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരിൽ ഒരു വർഗീയതയൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഉറപ്പിച്ച് പറയാം, എൻ്റെ ഭാഗത്തു നിന്ന് ഞാനത് സാക്ഷ്യപ്പെടുത്താം. അത് അവിടെ സജി ചെറിയാൻ പറയുന്നവരോടും എനിക്ക് യോജിപ്പില്ല. സജി ചെറിയാൻ ചിലപ്പോൾ അവിടുത്തെ പേരുകൾ കാണുമായിരിക്കും, അവിടെ അങ്ങനെയാണത്, ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. സജി ചെറിയാൻ എന്തുകൊണ്ട് ആൾക്കാർ ചോദിക്കാമല്ലോ, സജി ചെറിയാൻ മാത്രം എന്തുകൊണ്ട് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് ചോദിക്കാമല്ലോ. ഞാൻ ചോദിക്കത്തില്ല. പക്ഷേ ആ ചോദ്യം ശരിയല്ല. അത് കേരളത്തിൻ്റെ സംസ്കാരത്തിന് എന്താണ് അശോക് കുമാർ, അങ്ങയുടെ പാർട്ടിക്ക് കേരളത്തിൽ ഉത്തരേന്ത്യയിൽ നേടിയ നേട്ടം ഇവിടെ കിട്ടാത്തത് എന്താ? കാരണം കേരളത്തിൽ, ഞാൻ പറയട്ടെ കേരളത്തിൽ ഹിന്ദു വർഗീയതയും മുസ്ലിം വർഗീയതയും ഒരുപോലെ വെറുക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞതാണ് 1984 ചെറിയ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയത ആപത്തുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ജമാഅത്തെ ഇസ്ലാമിയെയോ SDP ഒന്നും കൂട്ടുന്നില്ല. പക്ഷേ ലീഗിനെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. കാരണം ഞാൻ നേരിട്ട് കണ്ടതാണ്. എനിക്ക് മലപ്പുറവുമായിട്ടും പാണക്കാട് ശിഹാബ് തങ്ങളുമായിട്ടുമൊക്കെ നല്ല അടുത്ത ബന്ധമുണ്ട്, ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഞാൻ ആക്റ്റീവായിട്ട് പത്രപ്രവർത്തന രംഗത്തുണ്ടായിരുന്നപ്പോൾ എനിക്ക് അവരെക്കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതുകൊണ്ട് അവർ വർഗീയ പാർട്ടികളാണ് എന്ന് പറയാൻ ഞാൻ ആളില്ല. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ്, അല്ലെങ്കിൽ വർഗീയതയാണ്, മുസ്ലിം ലീഗിൻ്റെ വർഗീയത എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ എനിക്കൊരു ധാർമ്മിക രോഷം മനസ്സിലുണ്ടാവും. അത് ശരിയല്ല എന്നെനിക്ക് അഭിപ്രായമുണ്ട്. അത് മാത്രമല്ല ഞാനിവിടെ സജി ചെറിയാൻ അതേ വാക്കുകൾ, അതേ വാചകങ്ങൾ ഉയർത്തുന്നു എന്ന കാര്യമാണല്ലോ ശ്രീ ജേക്കബ് ജോർജ് ഞാൻ താങ്കളോട് ചൂണ്ടിക്കാട്ടിയത്. സജി ചെറിയാൻ ഈ ഭാഷയിൽ ഈ സമയത്ത് ഇന്ന് തന്നെ ഒരു പ്രതികരണം നടത്തേണ്ടുന്ന സാഹചര്യം എന്താണ് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഞാൻ മറ്റേതെങ്കിലും CPM സഹയാത്രികരെ കൂടി ചർച്ചയിൽ കിട്ടുമോ എന്ന് ശ്രമിക്കുന്നുണ്ട്. ശ്രീ സേനാപതി വേണു, നോക്കൂ, ഇന്നലെ പൂത്ത തകരയാണ് VD സതീശൻ എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ. ശക്തമായ വിമർശനം തന്നെയാണ് NSS ജനറൽ സെക്രട്ടറിയും ഇന്ന് VD സതീശനെതിരെ നടത്തിയിരിക്കുന്നത്. വ്യക്തി അധിക്ഷേപം എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ കോൺഗ്രസിൽ ഒരു മനുഷ്യൻ അതിനെതിരെ സംസാരിക്കാത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംരക്ഷണം VD സതീശന് കിട്ടാത്തത്? അപ്പോൾ CPM ആണ് ഇതിന് പിന്നിലെന്ന് മുസ്ലിം ലീഗ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ആരാണ് പിന്നിലെന്ന് അറിയാം എന്ന് VD സതീശൻ തന്നെ പറയുന്നു. അങ്ങനെ അത്തരം സൂചനകൾ വരുന്നു. പക്ഷേ കോൺഗ്രസിലെ ഒരു വിഭാഗമാണോ ഇതിന് പിന്നിലെന്ന് മറ്റാരെങ്കിലും സംശയിച്ച കുറ്റം പറയാനുണ്ടോ VD സതീശൻ ഇങ്ങനെ ഒറ്റയ്ക്ക് വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുമ്പോൾ?
അല്ല, വി ഡി സതീശനെ അങ്ങനെ ഒറ്റയ്ക്ക് വളഞ്ഞിട്ട് ആർക്കും ആക്രമിക്കാനും കഴിയില്ല. വി ഡി സതീശൻ ഇന്നലത്തെ മഴയിൽ പൂത്ത തകരയൊന്നുമല്ല. വി ഡി സതീശൻ എത്രാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ CPIയുടെ നേതാവ് സി രാജുവിനോട് 1900 വോട്ടിന് തോറ്റതിന് ശേഷം അദ്ദേഹം പറവൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിൽ, അതായത് 25 വർഷമായി അദ്ദേഹം നിരന്തരം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് 61 വയസ്സാണ്. അപ്പോൾ ഇത്രയും കാലഘട്ടം അദ്ദേഹം നിയമസഭാ സാമാജികനായി, അതിനു മുമ്പ് കേരള വിദ്യാർത്ഥി യൂണിയൻ, യൂത്ത് കോൺഗ്രസ്, അതിന്റെ ദേശീയ സേനാപതി വേണു, അതൊക്കെ ഞാനെന്നല്ല, ഈ പാനലിലുള്ളവർക്കും ഇത് കാണുന്നവർക്കും ഒക്കെ വി ഡി സതീശൻ ആരാണ് എന്നതൊക്കെ അറിയാം. അങ്ങനെ പിന്നിൽ നിന്ന് കുത്തുകൊണ്ട് ഞാൻ വീഴില്ല എന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട്. വർഗീയതയോട് മുഖാമുഖം നിന്ന് പോരാടി അവിടെ പട്ടുപുതച്ച് കിടക്കും ഞാൻ എന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട്. വി ഡി സതീശൻ കൃത്യമായി തന്നെ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. പക്ഷേ ഞാൻ ചോദിച്ചത്, വി ഡി സതീശൻ എന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഈ രീതിയിൽ ആക്രമിക്കപ്പെടുമ്പോൾ, ഞാൻ സമുദായ നേതാക്കൾക്കെതിരെ പേരെടുത്തോ അങ്ങനെ എന്തെങ്കിലും വിമർശനം നടത്തണമെന്നല്ല പറയുന്നത്, വി ഡി സതീശനെ ഒപ്പം നിന്നുകൊണ്ട് പ്രസ്താവന നടത്താൻ എന്തുകൊണ്ട് ആളില്ലെന്നാണ് ചോദിക്കുന്നത്. കേരളത്തിൽ എന്തെങ്കിലും നടന്നാൽ ആദ്യം വരുന്ന പ്രസ്താവന അങ്ങ് ഹൈക്കമാൻഡിൽ നിന്നാണ്. ACC സെക്രട്ടറിയുടെ പ്രസ്താവനയാണ് ആദ്യം വരുന്നത്. എന്തുകൊണ്ട് അത്തരം ഒരു സംരക്ഷണം പ്രതിപക്ഷ നേതാവിന് കിട്ടുന്നില്ല എന്നതാണ് ഞാൻ ഇന്ന് ചോദിച്ച ചോദ്യം. ഇവിടെ രേണു, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രതിപക്ഷ നേതാവിനെ അങ്ങനെ ചുറ്റും നിന്ന് കേരളത്തിലെ എല്ലാ സമുദായ നേതാക്കളും അങ്ങനെ ആക്രമിക്കുന്നൊന്നുമില്ല. ഒരാളോ രണ്ടുപേരോ. കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ NSS ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നൊരു വിവരമുണ്ട്. മാധ്യമങ്ങളെ കാണുന്നു. സമയങ്ങളിലൊന്നും മാധ്യമങ്ങളൊന്നും ഉണ്ടാകാറില്ല. നിങ്ങൾ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ ചാടി ഇറങ്ങിയപ്പോൾ എനിക്ക് തന്നെ ഞാൻ അതുകൊണ്ട് ഒന്ന് തിരിച്ചു പോയിട്ട് പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനകത്ത് വലിയ ഞാൻ തിരിച്ചു പോയിട്ട് പിന്നെ തിരിച്ചു വന്നതാണ്. സമുദായ സംഘടനയുമായി ബന്ധപ്പെട്ട് അല്ല, എൻ്റെ സന്ദർശനം സൗഹൃദ സന്ദർശനമാണ്. ഞാൻ എല്ലാ സമയത്തും ചങ്ങനാശ്ശേരി വരുമ്പോൾ ആസ്ഥാന ഹെഡ് ഓഫീസ് വരാറുണ്ട്. മണിച്ചേട്ടുമായി സൗഹൃദ സംഭാഷണം നടത്താറുണ്ട്. അദ്ദേഹം പല കാര്യങ്ങൾ ചോദിക്കും, പല കാര്യങ്ങൾ പറയും, ഞാൻ അങ്ങോട്ട് പറയും. മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ, പൊതുവായ കാര്യങ്ങൾ ഒക്കെ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും ഒരു കാര്യങ്ങളും ചർച്ച ചെയ്തില്ല. ഞാൻ പറഞ്ഞത് സൗഹൃദ സന്ദർശനം എല്ലാ പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെ ഈ സമുദായ സംഘടനകളുടെ സമീപനത്തോട് MPയുടെ അതൊക്കെ NSS ആസ്ഥാനത്ത് വെച്ച് പറയാൻ പറ്റില്ല, ഒക്കെ പിന്നെ പറയാം. ബാക്കിയൊക്കെ പിന്നെ പറയാം എന്നാണ് പറയുന്നത്. സൗഹൃദ സംഭാഷണം, വി ഡി സതീശനെ ആക്രമിച്ചവരോട് സൗഹൃദ സംഭാഷണത്തിനെത്തിയിരിക്കുന്നു കൊടിക്കുന്നിൽ സുരേഷ്. ശ്രീ സേനാപതി വേണു, ആരുടെ ദൂതുമായിരിക്കും വന്നത്? അല്ല, അത് ഇപ്പം MP പറഞ്ഞല്ലോ, അദ്ദേഹം മാവേലിക്കര MP ആണ്. ആ പ്രദേശം ഉൾപ്പെടുന്ന ഭാഗത്ത് ഉള്ളയാളാണ് അദ്ദേഹം. NSSന്റെ ഓരോ യോഗങ്ങൾ നടക്കുമ്പോൾ, മന്നം അനുസ്മരണ യോഗമൊക്കെ നടക്കുമ്പോൾ ആ വേദിയിൽ ഇവർക്കാർക്കും പ്രവേശനമില്ല. അതിൻ്റെ മുൻനിരയിൽ ഇരിക്കുന്ന ആളുകളാണ്. ഇവരെയൊക്കെ നിരന്തരമായിട്ട് നമ്മൾ കാണുന്നവരാണ്. അവരവിടെ സന്ദർശനം നടത്തുന്നതാണ്. ഇവിടെ രേണു പറഞ്ഞതിൽ വസ്തുതാപരമായ ഒരു പിശകുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്ന് വളഞ്ഞിട്ടൊന്നും ആക്രമിക്കുന്നില്ല. 1-2 ആളുകൾ അഭിപ്രായം പറയുന്നു. അതിനപ്പുറത്തേക്ക് അവിടെ നിന്ന് പോലും വേറൊരാളും ഒരു അഭിപ്രായവും പറയുന്നില്ല. ആ അഭിപ്രായം ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പറഞ്ഞു. 2 പ്രബല സമുദായങ്ങളുടെ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ എത്ര സമയമാണ് വി ഡി സതീശനെ ഇതുപോലെ പറയാൻ മാറ്റിവെച്ചതെന്ന് അറിയാമല്ലോ. ശ്രീ സേനാപതി വേണു, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ TK അശോക് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും സാധ്യതകൾ നിങ്ങളെ സംബന്ധിച്ച് നോക്കാനില്ല. ഈ കൊടുക്കുന്ന കൂട്ടത്തിൽ സുരേഷ് ഗോപിക്കും കിട്ടിയിട്ടുണ്ട് നല്ല ഒരു പങ്ക്. അവിടെ അനുവാദമില്ലാതെ ചെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. മാത്രവുമല്ല, NSS ജനറൽ സെക്രട്ടറി വർഗീയതയോട് വിട്ടുവീഴ്ചയില്ല എന്ന സമീപനം അത് ആവർത്തിച്ച് പറയുക കൂടി ചെയ്തിട്ടുണ്ട് എന്നത് വളരെ വസ്തുതയാണ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ വളരെ വലുതാണ്. അമിത്ഷാ നേരിട്ടെത്തി നയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ക്രൈസ്തവ സമൂഹം നിങ്ങൾ ഒപ്പം നിർത്താൻ കൂടുതൽ ശ്രമിച്ചതാണ്. പക്ഷേ ദേശീയ തലത്തിൽ നടന്ന സംഭവവികാസങ്ങൾ അവരെ വലുതായി അകറ്റിയിരിക്കുന്നു. അവരെ സംബന്ധിച്ച് ആശ്രയം എന്ന് പറയുന്നത് പരമ്പരാഗതമായി അവർ പിന്തുണച്ചു വന്ന കോൺഗ്രസിനൊപ്പം പോവുക എന്നതാണ്. അത് ഏതാണ്ട് ആ നിലയ്ക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ വസ്തുതയാണ്. അപ്പോൾ ഇനി ഈ വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് കാര്യമുണ്ടോ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ജേക്കബ് ജോർജ് സാർ പറഞ്ഞത്, അദ്ദേഹം അങ്ങനെ പറഞ്ഞു ലീഗിന്റെ നേതാക്കളെ കുറിച്ച്. പക്ഷെ എന്റെ സംശയം എന്താണെന്ന് വെച്ചാല്, ഈ വിഷയം, ഇങ്ങനെ ഒരു പ്രശ്നം ആദ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉയർത്തിയത് AK ആന്റണിയാണ്. സംഘടിത ന്യൂനപക്ഷങ്ങൾ അനർഹമായിട്ടുള്ള കാര്യങ്ങൾ സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നേടിയെടുക്കുന്നു, അത് ഇവിടുത്തെ അസംഘടിത ഭൂരിപക്ഷത്തിന് വേദനയുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കസേര സ്ഥാനഭ്രഷ്ടനായി ഡൽഹിയിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. പിന്നെ അതിന് ശേഷം അടുത്ത കാലത്ത് നമുക്ക് തന്നെ അറിയാം, ജേക്കബ് ജോർജ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, ഈ ET മുഹമ്മദ് ബഷീറിനെ തനി വർഗീയവാദി എന്ന് വിളിച്ചത് മലബാറിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദാണ്.
ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു 5ാം മന്ത്രി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കേരളത്തിന്റെ അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാകും ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞത് ആര്യാടൻ മുഹമ്മദാണ്. ഒടുവിൽ ഷാജി പറഞ്ഞതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഷാജി പറഞ്ഞത് ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. കഴിഞ്ഞ 10 വർഷക്കാലം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ മുഴുവൻ പലിശ സഹിതം തിരിച്ചു മേടിച്ചു കൊണ്ടുവന്ന് സമുദായത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അധികാരത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അല്ലാതെ കേരളത്തിൽ മതേതരത്വത്തിന്റെ വലിയ പൂങ്കാവനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല തങ്ങൾ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് ഷാജി പറഞ്ഞാണ്, പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ഒരു ജേക്കബ് ജോർജ് പറയും. ഇപ്പൊ നേരത്തെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറഞ്ഞു, ശരിയായിരിക്കാം, കോൺഗ്രസിൽ ലീഗിൽ അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരിക്കാം. അടൽ ബിഹാരി വാജ്പേയി ലോകാരാധ്യനായിരുന്നു, എല്ലാവർക്കും സ്വീകാര്യരായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി 2004 CPM-ഉം കോൺഗ്രസും ലീഗും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പാർലമെന്റിൽ കൈ ഉയർത്തിയില്ലേ, ഞങ്ങൾക്കെതിരെ നിലപാടെടുത്തില്ലേ? അപ്പൊ അതൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ ലീഗിന് ഈ മതേതര സർട്ടിഫിക്കറ്റ് 67-ൽ EMS കൊടുത്ത മതേതര സർട്ടിഫിക്കറ്റ്, അതുവരെ ലീഗ് തൊട്ടുകൂടാത്ത രാഷ്ട്രീയ പാർട്ടി ആയിരുന്നല്ലോ. ലീഗിനെ കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്. പക്ഷെ അതിനുശേഷം കൊടുത്തിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കും കൂടെ കൊടുത്തിട്ട് എല്ലാ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുവരുമ്പോൾ അപ്പുറത്ത് അസംഘടിത ഭൂരിപക്ഷത്തിലെ 2 പ്രബല സമുദായങ്ങൾ പരസ്പരം കൈകോർത്ത് നിൽക്കുന്നതിൽ എന്താണ് തെറ്റ്? അവര് രാഷ്ട്രീയ നിലപാടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവര് പരസ്യമായിട്ട് കോൺഗ്രസിനെ പിന്തുണച്ചായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. BJPയെ പിന്തുണച്ചായിട്ടും അറിഞ്ഞിട്ടില്ല. LDF-നെ പിന്തുണച്ചതായിട്ടും പറയുന്നില്ല. VD സതീശന്റെ നിലപാട് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒറ്റക്കെട്ടായി നിർത്തി അധികാരത്തിൽ വരാനുള്ള നിലപാട് ശരിയല്ല എന്നാണ് സമുദായ സംഘടനകൾ പറഞ്ഞത്. ആ അർത്ഥത്തിൽ അവരെ പിന്തുണയ്ക്കുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ലീഗ് പറഞ്ഞതല്ലേ. ഹാഗിയ സോഫിയയുടെ കാര്യത്തിൽ കേരളത്തിൽ ലേഖനം എഴുതിയത് മുസ്ലിം ലീഗ് അല്ലേ? മുസ്ലിം ലീഗിന്റെ മാറാട് കലാപ കേസ് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ മുസ്ലിം ലീഗിനെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തി. എത്ര മുസ്ലിം ലീഗിന്റെ ആളുകൾ മാറാട് കൊലപാതക കേസിൽ പ്രതികളായിരുന്നു? ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള യഥാർത്ഥ വസ്തുതയല്ലേ? ഞങ്ങൾ വസ്തുത വെച്ച് സംസാരിക്കുമ്പോൾ മുസ്ലിം ലീഗിനെ പറഞ്ഞാൽ അത് മുസ്ലിം ലീഗ് സ്വാഭാവികമായിട്ടും ജേക്കബ് ജോർജിന് അതിന് മറുപടി പറയേണ്ടായിരിക്കും. ഞാൻ ഇവിടെ NSS ജനറൽ സെക്രട്ടറി ചോദിച്ചതാണ്, എന്താണ് BJP ശബരിമലയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് ചോദിച്ചതാണ്. എന്താണ് ചെയ്തതെന്ന് BJP? ഞാൻ പറയാം ഒരു സെക്കൻഡ്. ഞങ്ങളുടെ കാര്യം പറയാം. ഞങ്ങളുടെ ഈ ഇലക്ഷനിലെ സ്ട്രാറ്റജി, അതായത് മദ്യത്തിൽ നിന്ന് കിട്ടുന്ന 250% നികുതിയും ലോട്ടറി വിറ്റ് കിട്ടുന്ന വരുമാനവും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള അധിക നികുതിയും പോലീസ് ജനങ്ങളെ കൈ കാണിച്ച് പിരിക്കുന്ന പണവും കൊണ്ട് കേരളത്തിന് ഇനി അധിക കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ വികസിത കേരളം സാധ്യമാകണം. നിങ്ങൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ട്രെയിൻ നോക്കൂ. അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത് മുഴുവൻ മലയാളികളാണ്. ഒരു കന്നഡക്കാരനും ഒരു തമിഴനും എന്തായാലും നമ്മളുടെ വികസന കാഴ്ചപ്പാടല്ലല്ലോ നമ്മളുടെ ഇന്നത്തെ ചർച്ച. നമ്മളുടെ ഫോക്കസ് ഇന്നതല്ലല്ലോ ശ്രീ TK അശോക് കുമാർ. എന്തായാലും ഉള്ള തൊഴിൽ ദിനങ്ങൾ കൂടി നഷ്ടപ്പെടുന്നു ഏറ്റവും താഴെ തട്ടിലുള്ളവർക്ക് എന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ട്. BJP ഏതൊക്കെ തരത്തിലാണ് സാമ്പത്തികമായി വരിഞ്ഞു മുറിക്കുന്നതെന്ന് അറിയാം. ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോലും അവരുടെ തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾക്ക് പറയാനുള്ള മറുപടികൾ. അശോക് കുമാർ ഞാനും കൂടെ ഒന്ന് പറയട്ടെ. കേരളത്തിൽ അങ്ങനെ എഴുതിത്തള്ളിയൊന്നും വേണ്ട. കേരളം ഇന്നും ഇന്ത്യ മഹാരാജ്യത്തിലെ 1ാം നമ്പർ സ്റ്റേറ്റാണ് വിദ്യാഭ്യാസം മുതൽ അങ്ങോട്ട് പല കാര്യങ്ങളിലും. ഇവിടെ എത്ര ലക്ഷം അന്യദേശ തൊഴിലാളികൾ നമ്മളുടെ അതിഥികളായിട്ടുള്ള പണി കൊടുക്കണമെന്നറിയാമോ? അവരുടെ കൂലി എത്രയാണെന്നറിയാം? ഒരു ദിവസം 1000-1200 രൂപ. നമ്മുടെ വിഷയമല്ല. 1200, 1300 രൂപ. നമ്മുടെ അതിഥി തൊഴിലാളികളാണ്. എവിടെ? നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവരാണ്. അവരെ സുഭിക്ഷമായിട്ട് കഴിയുകയാണ്. കേരളത്തെ അങ്ങനെ എഴുതിത്തള്ളണ്ട. നിങ്ങൾ എന്തുമാത്രം നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന്, BJP എന്തുമാത്രം സഹായിക്കുന്നുണ്ടെന്ന്, BJP ഗവൺമെന്റ് എന്തുമാത്രം സഹായിക്കുന്നുണ്ട് എന്നുകൂടി ഒരു ഗവേഷണം നടത്തേണ്ടതാണ്. ഇവിടെ ഞാൻ പറയുന്നത് 2 സമുദായങ്ങൾ ഒന്നിക്കുന്നത് ആ സമുദായങ്ങൾക്ക് നന്നാണ്, നല്ലത് തന്നെയാണ്. നല്ലത് വരട്ടെ. എനിക്ക് NSSമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. SNDP യോഗവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഞാൻ നല്ലതുപോലെ വായിച്ചിട്ടുണ്ട്, അത്യാവശ്യം വായിച്ചിട്ടുണ്ട്. എനിക്ക് തന്ന പുസ്തകങ്ങൾ പഴയ നാരായണക്കുറുപ്പിയായിട്ടും തന്നിട്ടുണ്ട് എനിക്ക് പുസ്തകങ്ങൾ മന്നത്തിനെ കുറിച്ച്. അല്ലാതെ തന്നെ എനിക്ക് പുസ്തകങ്ങളുണ്ട്. മന്നവും ആർശങ്കറും തമ്മിലുള്ള ബന്ധം നേരത്തെ സേനാപതി വേണു പറഞ്ഞതുപോലെയുള്ള ബന്ധങ്ങൾ അന്ന് പരാജയപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരാജയപ്പെട്ട ആർശങ്കർ ജയിക്കാനൊരു സീറ്റ് തേടി കണ്ണൂർക്ക് പോകേണ്ടി വന്നു എന്നതും കേരളത്തിൻ്റെ ചരിത്രമാണ്. നായർ വോട്ട് പേടിച്ചിട്ട്. അപ്പം അത്രയ്ക്ക് ഒരു ചരിത്രം കൂടി ഉണ്ട് ഇവിടെ.
ആ ഒരു ചരിത്രം വീണ്ടും ആവർത്തിക്കാതിരിക്കട്ടെ. ഈ രണ്ട് സമുദായങ്ങളുടെ കൂടിച്ചേരലിൽ 2012 കാര്യങ്ങളും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അത് മാത്രമേ എനിക്കതേക്കുറിച്ച് പറയാനുള്ളൂ. ആർക്കാണ് ഈ സമുദായ നേതാക്കളെ പേടി എന്നാണ് എനിക്ക് ചോദ്യം. നേരത്തെ രേണു ചോദിച്ചില്ലേ കോൺഗ്രസ് നേതാക്കളോട്, സേനാപതി വേണുവിനോട്, അതൊരു ചോദ്യം തന്നെയാണ്. രേണു എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാരുടെ ഹൃദയത്തിലേക്കാണ് കുത്തിയിറക്കിയത് ആ ചോദ്യം. ആ ഗംഭീര ചോദ്യമാണ്. വേണു മിണ്ടിയില്ലല്ലോ അതേക്കുറിച്ച്. വേണുവിന് പറയാൻ പറ്റത്തില്ല. കാരണം രമേശ് ചെന്നിത്തല ചില അവരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഈ നേതാക്കന്മാരെ, അതും കൂടി ഓർക്കണം. ഞാൻ ആരുടെയും പേരൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ ആ പേര് പറയുന്നതിനകത്തും വെള്ളാപ്പള്ളിക്കൊരു ദുരുദ്ദേശം ഉണ്ട്, ഒരു ദുഷ്ടലാക്കുണ്ട്. അതാണ് സേനാപതി വേണു. പക്ഷേ സമുദായ നേതാക്കൾ രാഷ്ട്രീയത്തിലിറങ്ങി കളിക്കാൻ നോക്കിയാൽ കേരളത്തിലെ ജനതയെ കിട്ടുമോ? SNDP യോഗത്തിൽപ്പെട്ട എത്ര പേർ വെള്ളാപ്പള്ളിയുടെ വാക്ക് കേട്ടിട്ട് വോട്ട് ചെയ്യും? സുകുമാരൻ നായർ ചേട്ടൻ്റെ വാക്ക് കേട്ടിട്ട് എത്ര നായന്മാർ കേരളത്തിൽ വോട്ട് ചെയ്യും? തീർച്ചയായും ഭൂരിപക്ഷ സമുദായത്തെ ആ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുമോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ തന്നെ കേരളം രൂപപ്പെട്ടപ്പോൾ മുതലുള്ള സാമുദായിക ഇടപെടലുകൾ എങ്ങനെയൊക്കെ നടക്കുന്നു എന്നത് നമുക്ക് മുന്നിലുണ്ട്. അതിലൊന്നും ഒരു മാറ്റവും വരുന്നില്ല എന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ശ്രീ നിസാം സെയ്ദ്, സ്വാഭാവികമായും ഈ സാമുദായിക നേതൃത്വങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയാണോ? ഏതെങ്കിലും തരത്തിൽ ആ രീതിയിലൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ഉണ്ടാകും. അത് ചോദിക്കുമ്പോൾ മറിച്ചൊരു ചോദ്യം ഉണ്ടാകും. കൊച്ചി മേയർ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, എൻ്റെ പദവി ലഭിക്കാൻ സഭ എങ്ങനെ ഇടപെട്ടു എന്നതിൻ്റെ വലിയ വെളിപ്പെടുത്തലായിരുന്നു. കൊച്ചി മേയർ തീരുമാനിച്ചത് കോൺഗ്രസ് അല്ല, സഭയാണ് എന്ന് തുറന്നു പറയുകയാണ് ആ മേയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലയിടത്തൊക്കെ ഇതാവും, ചിലർക്ക് പറ്റില്ല എന്ന് വരുമ്പോഴാണ് ഈ വിമർശനം. അപ്പോൾ ചില സമുദായങ്ങൾ ഞങ്ങളുടെ കാര്യം തീരുമാനിച്ചോട്ടെ, അത് കുഴപ്പമില്ല, മറ്റ് സമുദായങ്ങൾ തീരുമാനിക്കേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കോൺഗ്രസിനൊരു നിലപാടില്ല ഈ വിഷയത്തിൽ എന്ന ഒരു വലിയ കാര്യം കൂടി വെളിപ്പെടുന്നുണ്ട് ഇവിടെ. രേണു, ഓരോ മതങ്ങളും ആ സമുദായത്തിന്റെ സംഘടനകളും അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ അവസ്ഥ, സാമൂഹിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഭരണ നേതൃത്വവുമായി സംവദിക്കുന്നതും അവരിൽ സമ്മർദ്ദം ചെലുത്തുന്നതും ഒക്കെ സ്വാഭാവികമാണ്. അതിനുവേണ്ടി അവർ ചിലപ്പോൾ നിന്ന് കൊടുത്തിട്ടല്ലേ താക്കോൽ സ്ഥാനം എങ്ങനെ കിട്ടിയതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാമല്ലോ. ഇന്ന് അതിന് ഒരു തരത്തിൽ അതിനെതിരെ സംസാരിച്ചത് കൊണ്ട് എത്ര നാളത്തെ ഭിന്നത ഇരു നേതാക്കൾക്കുമെതിരെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതുകൊണ്ടായിരിക്കും പേരെടുത്ത് പറഞ്ഞിട്ട് പോലും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അക്ഷരം അതിനെക്കുറിച്ച് പറയാനില്ലാതെ പോയത്. ആ പേടിയാണ് ഞാൻ കരുതുന്നത് CPM-ഓ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോ ഇതിന്റെ ഈ നീക്കത്തിന്റെ പിന്നിലുള്ള ആളുകൾ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു കെണിയുണ്ട്. അത് ഈ സമുദായ നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെയും തമ്മിൽ പരസ്പരം ഒരു അധിക്ഷേപ മത്സരത്തിലേക്ക് വലിച്ചഴയ്ക്കുക. ആ വലിച്ചഴച്ച് അതിൽ നിന്നും വഷളാകുന്ന അന്തരീക്ഷത്തിൽ നിന്നും ലാഭം കൊയ്യുക എന്നുള്ള ഒരു വിദഗ്ധമായ കെണിയുണ്ട്. ആ കെണിയിൽ പെടാതിരിക്കുക എന്നുള്ള ബോധപൂർവമായ ശ്രമമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നതാണ് ഞാൻ ചില കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇതിന്റെ ഇടയിൽ ആരുടെയെങ്കിലും പേരെടുത്ത് VD സതീശൻ പോലും ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല. ഇത് ഞാനാണോ കർത്താവേ എന്ന് യുവദാസ് ചോദിച്ചതുപോലെ ഒരാൾ ഇറങ്ങി വന്ന് പറഞ്ഞു എന്നുള്ളതല്ലാതെ VD സതീശൻ പോലും ആരുടെയും പേര് പറഞ്ഞില്ല. പക്ഷേ ഇത് സ്വാഭാവികമായും ഇങ്ങനെ ഒരു പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ആ വാർത്താ സമ്മേളനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേര് VD സതീശന്റേതായിരുന്നു. VD സതീശനെ ലക്ഷ്യമിട്ട് നടത്തിയ വാർത്താ സമ്മേളനമാണോ എന്ന് തോന്നിപ്പോകും. VD സതീശനെ ലക്ഷ്യമിട്ട് നടത്തുന്ന വാർത്താ സമ്മേളനം തീർച്ചയായും UDF-നെ ലക്ഷ്യമിട്ട് നടത്തിയ വാർത്താ സമ്മേളനം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം VD സതീശനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ആര് എന്നുള്ളത് പിന്നത്തെ ചോദ്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ നയിക്കുന്നത് VD സതീശനായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് VD സതീശനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് UDF-ന്റെ രാഷ്ട്രീയത്തെ ആക്രമിക്കുകയാണ്. അത് ആരൊക്കെ ആക്രമിക്കുന്നു അവരുടെയൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മെഗാഫോണായി മാറുകയാണ് പല ആളുകളും. അതിൽ ചില ആളുകൾ വളരെ ബോധപൂർവമാണ്, ചില ആളുകൾ അവരുടെ വ്യക്തിപരമായ ചില നൈമിഷികമായ പ്രശ്നങ്ങൾക്കുണ്ടാകാം. പക്ഷെ ഇവരാരും വിചാരിച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ നരേറ്റീവിനെ നിയന്ത്രിക്കാൻ കഴിയും. മുന്നിൽ നിന്ന് പട്ടുപുതച്ച് കിടന്നോട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നവരും ഉണ്ടാകാം ഒരുപക്ഷെ കോൺഗ്രസിൽ എന്ന് തോന്നിപ്പോകുന്നു. ശ്രീ നിസാം സെയ്ദ്, ശ്രീ ജേക്കബ് ജോർജിന് എന്തോ ഒന്ന് സൂചിപ്പിക്കാനുണ്ട്. അല്ല, എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ നേതാവ് ധൈര്യമായിട്ട് മുന്നിൽ നിന്ന് നയിക്കണം, കാര്യങ്ങൾ തുറന്നു പറയണം, ഉറക്കെ പറയണം, ശക്തമായിട്ട് പറയണം. അതിനെ എതിർപ്പൊന്നും പ്രശ്നമല്ല. സമുദായ നേതാക്കൾ അങ്ങനെയൊക്കെ പറയും. പക്ഷേ VD സതീശൻ്റെ നിലപാട് ശക്തമാണ്, യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുക. ഈ സമുദായ നേതാക്കളെക്കാളൊക്കെ വിശ്വാസ്യതയും ക്രെഡിബിലിറ്റിയും പൊളിറ്റിക്കൽ
നേതാവിന് തന്നെയാണ്, രാഷ്ട്രീയ നേതാവിന് തന്നെയാണ്. അത് കേരള സമൂഹത്തിൽ രാഷ്ട്രീയ നേതാവിനാണ്, സമുദായ നേതാക്കൾക്കല്ല എന്ന് തീർത്ത് പറയാം. ശരി, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. CPM നേതാക്കളെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഗസ്റ്റിനെ അയക്കുന്നില്ല എന്ന് പറഞ്ഞില്ല, പക്ഷേ ഒരു ആളെ പോലും നമുക്ക് അനുവദിച്ച് കിട്ടിയില്ല. അത് ഒരു എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നമാകണ്ട എന്ന് കരുതി മാറി നിൽക്കുന്നതാണോ എന്നറിയില്ല. എന്തായാലും ഉണ്ടായില്ല. ലീഗ് നേതാക്കളെ ശ്രമിച്ചിരുന്നു. ഈ വിഷയത്തിൽ സംസാരിക്കാനില്ല എന്നതാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. അപ്പോൾ ആരും കുഴിക്കുന്ന കുഴിയിൽ വീഴണ്ട എന്ന് കരുതിയുള്ള ഒരു ജാഗ്രതയാണ് മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത് മനസ്സിലാകുന്നു. എന്തായാലും സമുദായ നേതാക്കൾ രാഷ്ട്രീയത്തിലേക്ക് നടത്തുന്ന ഇടപെടൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നതായിരുന്നു നമ്മുടെ ചർച്ച. ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം, സമുദായങ്ങൾ ഒന്നിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചോ എന്നതാണ്. അതേ എന്ന് പറയുന്നു 88% പേർ, അല്ല എന്ന് പറയുന്നത് 8% പേർ മാത്രം. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.